അപ്പോൾ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസ് ടേബിളാണ് കേട്ടോ. അപ്പോൾ ഓഫീസ് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു വർക്ക് സ്റ്റേഷനും കൂടെ വരുന്ന പോലെ ഒരു എൽ ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4 ഷീറ്റ് വേണ്ടി വരും. അപ്പോൾ 4 ഷീറ്റും പ്ലസ് ലാമിനേറ്റ് അതിൻ്റെ എഡ്ജ് ബാൻഡിങ് കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ പ്ലൈവുഡിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ 35 റുപ്യ 40 റുപ്യൻ്റെ ഉള്ളിൽ വരും. ആ പ്ലൈൻ്റെ അക്കൗണ്ട് പ്ലൈൻ്റെ സൈസല്ല, നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തത്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിലും ഒരു 10-16 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതേ സാധനം തന്നെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വേറെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കണം. എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പിന്നെ വേറെ വഴിയില്ല. അപ്പോൾ MFMDF നോക്കി അതൊന്നും ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുമോ പറഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. പാർട്ടിക്കിൾ ബോർഡേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞാൽ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് സ്ക്രൂ ഹോൾഡിങ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ എഡ്ജ് ബാൻഡ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജിൽ കൂടെ ഈർപ്പം കയറും. നനവ് കയറണമെന്നൊന്നുമില്ല, ഈർപ്പം കയറിയാൽ തന്നെ ചീർക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ വുഡ് വേസ്റ്റ്, ചകിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊടിച്ച് വാഷ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കുന്ന ഷീറ്റാണ്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിൻ്റെ സ്ട്രോങ്ങും ഇതിൻ്റെ എന്താ പറയുക ഇതിൽ റിലയബിലിറ്റി അതിൻ്റെ സ്ട്രോങ്ങും പിന്നെ അത് നിൽക്കുന്ന സ്ഥലം ഈർപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വർത്താണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബഡ്ജറ്റ് നോക്കുമ്പോൾ മതി എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക. ഫുൾ സൈഡ് എഡ്ജ് ബാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അത്രയും നല്ല ലൈഫ് കിട്ടണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ ചെയ്യും.